കുറച്ച് ദിവസം മുന്നേ ആദിക്കുട്ടന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദിക്കുട്ടന് പെറ്റ്സിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം എന്ത് കൊണ്ട് കൊടുത്താലും അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷേ ഇത് പ്ലാൻ ചെയ്ത് പോയി വാങ്ങിച്ചൊന്നുമില്ല. കോഴിക്കോട് ഒരു ആവശ്യത്തിന് പോയിരുന്ന സമയത്ത് ബസ് കിട്ടാതെ വെറുതെ നിന്നപ്പം അവിടെ ഒരു പെറ്റ് ഷോപ്പ് കണ്ട് അവിടെ കയറി കുറച്ച് നേരം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഇയാളെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ആദിക്കുട്ടന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഇതിന് സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പനിയും ചുമയൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം അവിടെ കയറി നോക്കിയ സമയത്ത് എല്ലാം കൂടെ വാങ്ങിച്ചു കൊണ്ടുപോയാലോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്കും ഈ വക സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കാണാനും വളർത്താനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ സ്ഥലവും പരിമിതികളൊക്കെ വെച്ച് ഒരുപാടൊന്നും നമുക്ക് പറ്റുന്ന പണിയല്ല. അപ്പം പറ്റുന്നതൊക്കെ നമ്മൾ വാങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും എല്ലാം ഉണ്ട് കേട്ടോ. മീൻ ഒരുവിധമൊക്കെ ഉണ്ട്. പിന്നെ വലിയൊരു അക്വേറിയം നമുക്ക് ഉണ്ടായിരുന്നു, അതിൽ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ചെറിയ ചെറിയ ഗപ്പിയും അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ പുറത്ത് നല്ല വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് വലിയ കുറച്ച് മീനിനെയൊക്കെ വാങ്ങിയിടണം എന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് മീനല്ല കേട്ടോ, വേറൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് വീഡിയോ ഇടാൻ പറ്റാത്തത് കുറച്ചല്ല, എനിക്ക് കുറച്ച് അധികം മടിയാണ്. ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേഗം കഴിയും, പക്ഷേ നമ്മൾ ലോങ് വീഡിയോ ആകുമ്പം കുറേ നേരത്തെ പണിയുണ്ട്. എഡിറ്റ് ചെയ്യാനാണെങ്കിലും സൗണ്ട് കൊടുക്കാനാണെങ്കിലും അങ്ങനെ കുറച്ച് മടിയുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും വൈകി പോയിട്ടുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ഫിഷ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഹ്യൂജ് സൈസുള്ളതും പിന്നെ കുഞ്ഞു കുഞ്ഞ് കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ ചേട്ടൻ നമ്മളെ അടുത്ത് നിന്നിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നും എന്തൊക്കെയാണെന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഇതൊന്നുമല്ല എന്നാ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആൾ ഇതാണ് കേട്ടോ. ഇവനെ വാങ്ങിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ആൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മുട്ടയുടെ സൈസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്രയ്ക്ക് കുഞ്ഞായിരുന്നു. ഇവനും കൂടെ ഉണ്ടായിരുന്നു. ഇവനെയും കൂടി വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. ബഡ്ജറ്റ് താങ്ങില്ല, അതാണ് കേട്ടോ. ഫിഷും ഇവരൊന്നും മാത്രമല്ല, അവിടെ ഡോഗും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഷിറ്റ്സു പപ്പിയും പിന്നെ ബീഗിളിൻ്റെ പപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. കാറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് എല്ലാത്തിനും വാരി എടുത്ത് പോരാനാണ് തോന്നിയത് കേട്ടോ. അത്രയ്ക്ക് എനിക്ക് പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും ആദ്യക്കുട്ടനും അത് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഇവരെല്ലാം കൂടെ നോക്കാനുള്ള ഒരു ഇത് നമുക്കില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഇവരെ നമുക്ക് ഒരു കുഞ്ഞു പെട്ടിയിലാക്കി അവർ പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ബസ്സിൽ ഇതേ ചേച്ചിയുടെ കയ്യിൽ, എനിക്ക് സീറ്റ് കിട്ടിയില്ല, ഞാൻ നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിക്കൊരു സീറ്റ് കിട്ടി, ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ പെട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യക്കുട്ടനെ വിളിച്ച് സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. അവന് പിന്നെ എന്തായാലും കുഴപ്പമില്ല, ജീവനുള്ളൊരു സാധനമായിരുന്നാൽ മതി കേട്ടോ. അപ്പം കോഴിക്കുട്ടിയാണോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ആൾ തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ബേഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ ഇതുവരെ കൈവച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളൊരു പെറ്റായിട്ട് ഈ ബേഡിനെ കൊണ്ടുവരുന്നത്. നമുക്ക് കുറേ മുമ്പ് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയിട്ടൊരു മൈനക്കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ മുറിവൊക്കെ മാറ്റി കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് തുറന്നു വിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരിക്കലും ചെതലക്കുട്ടീനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ തുറന്നു വിടുന്ന സമയത്ത് 2 ദിവസം ആദ്യക്കുട്ടൻ ഭയങ്കര കച്ചറയായിരിക്കും. എന്താ വെച്ചാൽ ഇവനെ വിട്ട് കളയുന്നത് ഇഷ്ടമല്ല. അവരെ നമുക്ക് അങ്ങനെ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ വിട്ട് ഇവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഫുൾ ടൈം ഇയാളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പം അവൻ്റെ സന്തോഷം കണ്ടില്ലേ, ഊണും ഉറക്കവും ഒക്കെ പോയി ആളിവന് കാവലിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു പെട്ടിയിൽ ഇവനെ ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിവന് പുതിയൊരു താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ മൊത്തം തപ്പി നടന്നിട്ട് ചെരുപ്പിൻ്റെ പെട്ടി അല്ലാതെ വലിയൊരു പെട്ടി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പം തന്നെ അടുത്തുള്ളൊരു കടയിൽ പോയി ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് എണ്ണ കൊണ്ടുവരുന്ന പെട്ടി ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പം ഇത് വെച്ച് സെറ്റാക്കി നമുക്കൊരു കുഞ്ഞു വീട് ഇപ്പം തൽക്കാലത്തേക്ക് അവന് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ബേഡ്സിനെ നോക്കിയിട്ട് ശീലമില്ല. അപ്പോൾ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ പെട്ടി സംഘടിപ്പിച്ചു. പിന്നെ എടുത്തിട്ട് വന്നത് നമ്മൾ കഴിഞ്ഞ വർഷം തൂക്കിയിട്ടുള്ള സ്റ്റാർ ഉണ്ടല്ലോ, അതിൻ്റെ ആ വയറെടുത്തു. അപ്പോഴാണ് പണി പാളിയെന്ന് അറിഞ്ഞത്. ഇത് വീട്ടിലുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് ബൾബ് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഈ വയറിൻ്റെ തുമ്പത്ത് നമ്മൾ ഈ ബൾബ് ഇടുന്ന എന്തായാലും പറയാം, ബൾബ് ബോർഡർ ഉണ്ടല്ലോ, അതില്ല കേട്ടോ. പണി പിന്നെയും പാളി. അപ്പം നൈസായിട്ട് ആൽവിനെ പറഞ്ഞിട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് പോയാൽ കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആൽവിനെ അച്ഛൻ്റെ അടുത്ത് ബൾബ് ഓർഡറിന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം വിചാരിച്ച പോലെ തന്നെ കിട്ടി കേട്ടോ. ബൾബൊക്കെ വാങ്ങി വന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കുന്ന നേരത്താണ് ഈ ബൾബ് ഓർഡർ ഇല്ലാത്ത സംഭവം ഞാൻ അറിയുന്നത്.
അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വന്നേനെ. പിന്നെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മരപ്പൊടി ഇട്ട് വെക്കണമെന്ന്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആശാരിക്കടയിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് മരപ്പൊടി നമ്മൾ കവറിലാക്കി, കുറച്ച് അധികം തന്നെ കവറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടി സെറ്റായി. പെട്ടിക്കകത്ത് മരപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു. ആദ്യക്കുട്ടിന് കയ്യിലെടുക്കാൻ നല്ല പേടിയുണ്ട്, എന്നാലും അതിനിട്ട് നിലത്ത് വെക്കുന്നുമില്ല. അതായിരുന്നു അവസ്ഥ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബൾബ് സെറ്റ് ചെയ്യുക, ഈ ഹോൾഡർ ഊരി ഫിറ്റ് ചെയ്യാന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന പണിയല്ല. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് ദേ അച്ഛൻ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ബൾബ് റെഡിയാക്കി നമുക്കത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ക്രൂ ഡ്രൈവർ ചോദിച്ചു, കൊടുക്കാനില്ല. കത്തി ചോദിച്ചു, കാണുന്നില്ല. എങ്ങനെ എന്തൊക്കെയോ പിച്ചാത്തിയും കത്രികയും എല്ലാം കൂടെ വെച്ചിട്ട് അച്ഛൻ അത് എങ്ങനെയോ സെറ്റാക്കി തന്നു കേട്ടോ. പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് പണി കൊടുത്തതിൻ്റെ ദേഷ്യമൊന്നും അച്ഛനില്ല കേട്ടോ. അത് മനസ്സിലായല്ലോ. പിന്നെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരു കയ്യകലം മാറി നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്. വെറുതെ എന്തിനാ അച്ഛൻ്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ആൾ നല്ല സെറ്റാക്കി അത് അതേപോലെ ആക്കി തന്നു കേട്ടോ. എനിക്കറിയുന്ന പണിയായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് അച്ഛനെ പോയി ബുദ്ധിമുട്ടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബൾബും കൂടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ബൾബ് ഇട്ട് റെഡിയാക്കി ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് തോന്നിയത് ഇവന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു സെർലാക്ക് വന്ന A90 എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇവർ കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറിഞ്ച് ചരിച്ച് വെച്ചിട്ട് ഈ വലത് സൈഡിൽ കൂടെ വേണം നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ ഫുഡ് കൊടുത്തല്ലേ പറ്റൂ. അപ്പം എന്തായാലും വേറെ ആർക്കും ചെയ്യാൻ അറിയില്ല. ആ ചേട്ടൻ കാണിച്ച് വന്നൊരു ധൈര്യം വെച്ചിട്ട് ഞാനങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ 2-3 വട്ടം കൊടുത്തപ്പോൾ അങ്ങ് ശരിയായി. അപ്പം മരപ്പൊടിയും ബൾബൊക്കെ ഇട്ട് നമ്മുടെ പെട്ടി അങ്ങ് സെറ്റാക്കി. ആളതിൻ്റെ ഒരു മൂലയ്ക്ക് കൂടിപ്പോയി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം എന്താവും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. പക്ഷേ ആളിപ്പോൾ ദേ ഇത്രയായി കേട്ടോ. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ആൾ നല്ല ഉഷാറായി. ഫുള്ളായിട്ട് തൂവലൊക്കെ വന്നു, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മിട്ടുവിനെ കിട്ടിയപ്പോൾ തൊട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് കണ്ടാലോ. Until then, nope, a nope, a nope, a nope, definitely nope.